നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ദിവസങ്ങളായി സമരഭരിതമാണ് കേരളത്തിന്റെ തെക്കൻ തീരമേഖല. കഴിഞ്ഞ ഓഗസ്റ്റ് 16 മുതൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നടക്കുന്ന പ്രധാന കവാടത്തിൽ നടന്നുവരുന്ന രാപ്പകൽ സമരം 10ാം ദിനം കടന്നിരിക്കുന്നു. ഓരോ ദിനം കഴിയുന്തോറും സമരം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമരത്തിനെതിരെ, ഈ ഒരു അതിജീവന പോരാട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു. സമരസമിതി ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളോട് ചില നിസ്സംഗത മനോഭാവം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായി തന്നെ സമരം മുന്നോട്ട് പോകുന്നു. ഷെക്കൈന ചർച്ച ചെയ്യുന്നു, വിഴിഞ്ഞം സമരം ഒടുവിൽ ആര് കീഴടങ്ങും? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു വിഴിഞ്ഞം സമരസമിതി കൺവീനർ ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസ്, സമരസമിതി കൺവീനർ ശ്രീ ജോയ് ജെറാഡ്, ഒപ്പം ശ്രീ ജോസഫ് എം പി IAS UDF നിന്ന്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ തിയോഡോഷ്യസ് ഡിക്രൂസ്, അതിശക്തമായി തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. സമരത്തിന്റെ ഓരോ ദിനത്തിലെയും ദൃശ്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ വളരെയധികം ആവേശത്തിലാണ് സമരത്തിൽ പങ്കെടുക്കുന്നവർ. എന്നാൽ ഈ ദിനങ്ങളിൽ പാരലായിട്ട് തന്നെ ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. പ്രധാനമായും 7 ആവശ്യങ്ങളാണ് അതിരൂപത ഗവൺമെന്റിന് മുന്നിൽ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയമായ പഠനം നടത്തുക എന്നുള്ളത്. എന്നാൽ നാം എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ ഒരു ആവശ്യത്തോട് കേരളം ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല, കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾ ഒന്നും തന്നെ ആ ഒരു ആവശ്യത്തോട് ഒരു അനുഭാവപൂർണമായ ഒരു സമീപനം പുലർത്തുന്നില്ല. നമുക്കറിയാം, 2015 ആരംഭിച്ച ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഇപ്പോൾ ഏകദേശം 1/3 നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 33% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു നിർമ്മാണം നിർത്തിവെക്കുക എന്നൊരു ഡിമാൻഡ് എത്രത്തോളം പ്രാക്ടിക്കലാണ് ഫാദർ തിയോഡോഷ്യസ്? ഈ ഡിബേറ്റിന്റെ ക്ഷമിക്കണം, ഞാൻ ഇവിടെ സമരത്തിലായതുകൊണ്ട് എന്റെ ശബ്ദത്തിന് ഇച്ചിരി കുഴപ്പമുണ്ട്, എന്നാൽ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ ഡിബേറ്റ് വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ ആര് കീഴടങ്ങും എന്നുള്ളതാണ്. ഈ 1ാമത്തെ ആവശ്യത്തിനോട് ആര് കീഴടങ്ങും എന്നുള്ളത്. ഈ സർക്കാർ കീഴടങ്ങണം, മറിച്ചാണ് ഞങ്ങളാണ് ഇതിന് കീഴടങ്ങേണ്ടി വരുന്നതെങ്കിൽ അത് കേരളത്തിന്റെ ഒരു ദുരന്തത്തിന്, 50,000 കുടുംബങ്ങൾ തെക്കൻ കേരളത്തിലും അനധിവിദൂര ഭാവിയിൽ കേരളത്തിന്റെ തീരങ്ങളും പശ്ചിമഘട്ട പർവ്വതനിരകളും ഒക്കെ ഒരു വൻ ദുരന്തത്തിന് ഇരയാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണേണ്ടി വരിക. കാരണം അത്രമാത്രം ഭീകരമായ, അത്രമാത്രം അശാസ്ത്രീയമായ ഒരു നിർമ്മാണ പ്രവർത്തനത്തിനാണ് കേരളം, അത് ഇടതാകട്ടെ വലതാകട്ടെ, ഈ അടച്ചിട്ട മുറികളിൽ ഇരുന്ന് അനുവാദം കൊടുത്തിരിക്കുന്നത്. ഞങ്ങള് ഇന്ന് മുന്നോട്ട് വെക്കുന്ന ഈ സാധാരണ രീതിയിൽ നമ്മൾ ഈ പൗരസമൂഹം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളതാണ്, എന്നും കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ആവശ്യങ്ങളോട് ഈ പൗരസമൂഹം മുഖം തിരിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ. അതിനൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഓഖി ദുരന്തം. തീരദേശത്ത് 248 ജീവനെ എടുത്തുകൊണ്ട് അതില് ഏതാണ്ട് ഒരു 3000 മനുഷ്യരുടെ ജീവനും പുരയിടവും ഒക്കെ താറുമാറാക്കുമ്പോഴാണ് പൗരസമൂഹം ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ടാഗോർ തിയേറ്ററിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന ആർഭാടം നടത്തി ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഒരു മെഴുകുതിരി പോലും കത്തിക്കാതെ. അവരെപ്പോഴും പറയുന്നത് എന്താണ്, സിനിമാ ലോകം സാമൂഹ്യ വിഷയം എടുക്കുന്നു എന്നാണ്. പക്ഷെ അവരുടെ മൂക്കിന്റെ മുറ്റത്തിലാണ് ഓരോ മനുഷ്യരും നിസ്സഹായരായിട്ട് ഈ ഓഖി ദുരന്തത്തിൽ വീണ് മരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരവരുടെ സിനിമ ആഭാസം നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നത് എന്താണ്, ഈ അദാനി പോർട്ടിന്റെ നിർമ്മാണം കൊണ്ട് ആർക്കാണ് ലാഭം? അതിനകത്ത് ഒരുപാട് കള്ളക്കഥകളും കൈക്കൂലികളും കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ ദിവസം എന്തുകൊണ്ടാണ് ഈ സമരത്തിന് പതിവിന് വിരുദ്ധമായിട്ട് ധാരാളം ജനങ്ങള് തിരുവനന്തപുരത്തിന്റെ ഇങ്ങേയറ്റം മുതല് കാസർഗോഡിന്റെ അങ്ങേയറ്റം വരെ ഇവിടെ ജാതിമത ഭേദമന്യേ, വർഗവർണ്ണ ലിംഗഭേദമന്യേ, ഈ സംഘടനകൾ വ്യത്യാസമില്ലാതെ മത്സരിച്ച് ഞങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുവാനായിട്ട് വരുന്നത്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്,
ഈ അദാനിയുടെ ഞങ്ങളിരിക്കുന്ന ഈ സമരകവാടം തള്ളിത്തുറന്ന് അദാനി അടച്ചുപൂട്ടിയിരുന്ന വൻ ഇരുമ്പ് ഗേറ്റ് ഞങ്ങൾ തള്ളിത്തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ചയാണ് യഥാർത്ഥത്തില് ജനങ്ങളെ മുഴുവൻ ഇന്ന് ഈ തീരദേശത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ഭീകരമായ രീതിയിലാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് പർവ്വതങ്ങൾ പാടെ ഇടിച്ചു നിരത്തി അറബിക്കടലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോക്കകത്ത് അത് കാണാൻ സാധ്യതയുണ്ടെങ്കിൽ അറിയാമെന്ന്. ഞങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഏതാണ്ട് അദാനി ഈ അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന പുലിമുട്ടിന്റെ ഏകദേശം 30% മാത്രം ദൂരം പിന്നിട്ട ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ യുവജനങ്ങള് ഒരു കല്ലിൽ ഒരു ഇരുമ്പ് കഷ്ണം കെട്ടി കടലിലേക്ക് താഴ്ത്തിയിട്ട് അതിന്റെ ഈ ആഴ്ച ഒന്ന് അളന്നു നോക്കി. 22 മീറ്റർ താഴ്ചയുണ്ടായിരുന്നു ആ സ്ഥലത്ത് മാത്രം. അപ്പൊ ഇനി നോക്കുക, ഏതാണ്ട് 600 മീറ്റർ മാത്രം അദാനിയുടെ അശാസ്ത്രീയമായ ഈ പുലിമുട്ട് നിർമ്മാണം പുരോഗമിച്ചപ്പോൾ അത് ചെന്ന് നിൽക്കുന്നത് ഈ 22 മീറ്റർ താഴ്ചയുള്ള കടലിന്റെ അടുത്താണെന്ന്. ഇനി അയാൾ നിർമ്മിക്കുവാൻ പോകുന്ന 2.25 കിലോമീറ്റർ നീളുമ്പോൾ കടലിന്റെ ആഴമെന്നുള്ളത് ഇതിനേക്കാൾ 10 മടങ്ങ് ആഴമാണ്. അപ്പോൾ ആ കടലിലേക്ക് നിക്ഷേപിക്കേണ്ടി വരുന്ന പാറകളുടെ മെട്രിക് ടണ്ണുകളുടെ അളവ് കൂടും. ഓരോ കല്ലും അറബിക്കടലിലേക്ക് താഴ്ത്തുമ്പോൾ നമ്മുടെ തീരത്തിന്റെ ആ അറബിക്കടലിന്റെ വലതുവശത്ത്, അതായത് വടക്ക് വശത്ത് തീരം നഷ്ടപ്പെടുകയും അതിന്റെ തെക്ക് വശത്ത് തീരമുണ്ടാകുകയും ചെയ്യും. ഇന്ന് സർക്കാർ എന്തുകൊണ്ടാണ് കീഴടങ്ങാത്തത്? സർക്കാർ പറയാണ് പുനരധിവാസം നൽകി നിങ്ങളെ മാറ്റി പാർപ്പിക്കാമെന്ന്. ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചെറിയ ചോദ്യം ഇതാണ്: 50,000 കുടുംബങ്ങൾ ഈ തീരദേശത്ത് നിന്ന് എങ്ങനെയാണ് മാറ്റിപ്പാർപ്പിക്കുവാൻ പോകുന്നത്? എവിടെയാണ് അവർക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പോകുന്നത്? അവരഥവാ മാറ്റിപ്പാർപ്പിച്ചാല് അവർക്ക് പിന്നെ എവിടെയാണ് തൊഴിൽ നൽകാൻ പോകുന്നത്? അതുകൊണ്ട് ഈ നിർമ്മാണം പരിപൂർണമായിട്ടും നിർത്തിവെച്ച് പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതല്ലെങ്കിൽ ഇത് പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. കേരളത്തിന്റെ ഈ പ്രധാനപ്പെട്ട കോടതിയായ ഹൈക്കോടതിയുടെ ഒരു പ്രമാദമായ ഉത്തരവായിരുന്നു തിരുവനന്തപുരത്തെ ചവറ് സംസ്കരണത്തിന് വേണ്ടി വിളപ്പശാലയില് ചവർ സംസ്കരണ ഫാക്ടറി സ്ഥാപിക്കണമെന്ന്. പക്ഷേ അവിടെയുള്ള ജനങ്ങള്, അവിടെയുള്ള കോർപ്പറേഷന്റെ വരെ ഉത്തരവുണ്ടായിരുന്നു. എന്നിട്ടും അവിടുത്തെ ജനസമൂഹം പറഞ്ഞു, വിളപ്പിൽശാലയില് ചവർ സംസ്കരണ ഫാക്ടറി സ്ഥാപിച്ചാൽ അതിനു ചുറ്റുമുള്ള എല്ലാ കിണറുകളിലെയും വെള്ളം മോശമായി മാറും. അതുപോലെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഓരോ ദിവസവും കടല് കരയിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ താമസിക്കുന്നത് അദാനി അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ഈ പോർട്ടിന് ഒരു 3 കിലോമീറ്റർ വടക്കാണ്. എന്റെ കടൽ ഗ്രാമത്തിന്റെ പേര് കണ്ണാന്തുറ എന്നാണ്. എന്റെ അച്ഛൻ അധ്വാനിച്ച് സ്വന്തമായി പട്ടയം കൊടുത്ത് സ്വന്തമായി കരമടച്ചുണ്ടാക്കിയ 14 സെന്റ് സ്ഥലത്തിൽ 8.5 സെന്റ് സ്ഥലം ഇന്ന് കടൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതുപോലെ എത്ര കുടുംബങ്ങളുടെയാണ് ഈ തീരവും അവരുടെ വീടും അവരുടെ തൊഴിലിടങ്ങളും തൊഴിലുപകരണങ്ങളും ഈ മനുഷ്യനിർമ്മിതമായ ദുരന്തം വിതയ്ക്കുന്ന, മനുഷ്യനിർമ്മിതമായ കറ്റാസ്ട്രഫിക് കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. ഈ പൗരസമൂഹത്തിന് ഒരല്പം മനസാക്ഷി ഉണ്ടാകണം. പൗരസമൂഹം രാഷ്ട്രീയക്കാരന്മാര് പറയുന്നതും മേലാളന്മാര് പറയുന്നതും അതുപോലെ വാരി വിഴുങ്ങുന്ന ഷർദിൽ തീനികളായി മാറരുത്. അവര് ശരിയേതാണെന്നും തെറ്റേതാണെന്നും ഇന്ന് എന്തുകൊണ്ടാണ് ഈ പുരോഗമന കലാസാഹിത്യകാരന്മാരൊന്നും വാതുറക്കാത്തത്? അവർക്കെന്താണ് ഈ രാഷ്ട്രീയക്കാരെ ഭയമാണോ? ഞങ്ങളിപ്പോൾ പറയുന്നതാണ്, തീരത്തേക്കൊന്ന് വരൂ, ഒരു ദിവസം ഞങ്ങളോടൊപ്പം തീരത്ത് ഞങ്ങളുടെ വീടുകളിൽ കിടന്നുറങ്ങൂ. നിങ്ങൾക്ക് അന്ന് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ തീരദേശ ജനതതി ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത് ഈ അദാനി പോർട്ടിന്റെ കവാടം അടച്ചുപൂട്ടണമെന്ന്. ഓർക്കുക, ഇന്നലെ എന്റെ ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ സമരമുഖത്തേക്ക് വന്നത്. അവിടുത്തെ വികാരിയച്ഛന്മാര് ധ്യാനത്തിലാണ്. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു കൂടിപ്പോയാല് ഒരു 6-7 ബസ് ആൾക്കാരായിരിക്കും ഇന്നലെ ഇവിടെ സമരത്തിന് വരികയെന്ന്. 36 വലിയ ടൂറിസ്റ്റ് ബസ് നിറച്ചാണ് അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങിയത്. ഏതാണ്ട് 244 ബൈക്കിലാണ് യുവജനങ്ങൾ വന്നത്. 68 ഓട്ടോറിക്ഷകളിലാണ് ആൾക്കാർ വന്നത്. കാരണം
ഈ ദുരന്തമുഖം ഒരു പ്രാവശ്യം കണ്ടിരിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും ഈ പോർട്ട് നിർമ്മിക്കുവാൻ വേണ്ടി ശബ്ദിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം 2000 ഏക്കർ കടല് നികത്തി അദ്ദേഹം കര സൃഷ്ടിക്കാൻ പോകുകയാണ്. ഈ 2000 ഏക്കർ കടലിൽ നികത്തുമ്പോൾ ആ കടലിന്റെ മുഴുവൻ രൂക്ഷമായ കടലേറ്റം ഏറ്റുവാങ്ങാൻ പോകുന്നത് വനത്തുറ മുതൽ അങ്ങ് താഴമ്പള്ളി വരെയുള്ളതാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സമരപന്തലിൽ വന്നിരിക്കുന്നത് കൊച്ചുവേളി, വലിയ വേളി, വെട്ടുകാടാണ്. വളരെ വ്യക്തമാണ്. ഞാൻ ഒരു കാര്യത്തിന് കൂടി ഒന്ന് വ്യക്തത ചോദിക്കുകയാണ്. നമുക്കറിയാം വളരെ അതിദയനീയമായ സ്ഥിതിയിലൂടെയാണ് തീരദേശം കടന്നു പോകുന്നത്. അത് വളരെ വ്യക്തമാണ്. നമ്മുടെ പല മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള ഷെക്കേന ന്യൂസ് തന്നെ നടത്തിയ യാത്രയിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. അതിഗുരുതരമായ സാഹചര്യമാണ്, അതിദയനീയമായ സാഹചര്യമാണ്. തീരശോഷണം മൂലം 3-4 വരി വീടുകൾ നമ്മുടെ തീരത്തിന് നഷ്ടമാകുന്നു. പക്ഷേ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ചിലർ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിന് അങ്ങയോട് ഞാൻ വ്യക്തത ചോദിക്കുകയാണ്. നമുക്കറിയാം 2015 ഈ ഒരു തുറമുഖ നിർമ്മാണം ആരംഭിച്ചത്. അതിനുശേഷം അതിരൂപതാ നേതൃത്വം പലതവണ വ്യക്തമാക്കിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല നിവേദനങ്ങളും പല റിക്വസ്റ്റുകളും സർക്കാരിന്റെ ഭാഗത്ത് സമർപ്പിക്കുന്നു. ഒപ്പം 2015 ഒരു വാർത്ത, ഓഗസ്റ്റ് മാസം നടന്ന ഒരു സെക്രട്ടേറിയറ്റ് ധാരണയുടെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അതിരൂപത സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി, സെക്രട്ടേറിയറ്റ് ധാരണ. പക്ഷേ ഈ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഇത്രമാത്രം പൊതുസമൂഹം ഈ ഒരു സമരത്തെ ശ്രദ്ധിക്കുവാൻ കാരണം അതിശക്തമായ ഒരു ജനപങ്കാളിത്തം ഈ ഒരു സമരത്തിൽ ഉണ്ടാകുന്നു. ഈ ഒരു സമരം കുറച്ചുകൂടി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ തീരത്തിനുണ്ടായിരുന്ന ഈ ഒരു നഷ്ടം നമുക്ക് കുറെ കൂടി ലഘൂകരിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? തിരുവനന്തപുരം അതിരൂപത കുറെ കൂടി നേരത്തെ ഈ ഒരു ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക്, ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കുറെ കൂടി നേരത്തെ ഈ ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു തീരത്തിന് സംഭവിച്ച ഒരു നഷ്ടം കുറെ കൂടി നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കുമായിരുന്നില്ലേ ഫാദർ തിയോഡോഷ്യസ്? അതെ, ഞാൻ ഈ പറഞ്ഞുതരാം. 2015 ഉമ്മൻചാണ്ടി അടച്ചിട്ട മുറിയിലിരുന്ന അദാനി എന്ന ഒറ്റ കരാറുകാരന് ഒപ്പിട്ട അന്ന് മുതൽ, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അന്ന് ഈ അതിരൂപതയിലെ മുഴുവൻ വൈദികരും സന്യസ്തരും വിവന്യ സുസപ്പാക്യം മെത്രാപ്പോലീത്തയുടെ നേതൃത്വത്തില് സമരം നടത്തിയത് മുതൽ നിരന്തരം ഞങ്ങൾ സർക്കാരുമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ അതിന്റെ ചരിത്രപരമായ ഓരോ പ്രാവശ്യം അതിരൂപത ഇടപെട്ട ചരിത്രരേഖകൾ വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി, ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി എനിക്ക് വേണമെങ്കിൽ പങ്കുവയ്ക്കാം. കാരണം അതിന്റെ മുഴുവൻ ചരിത്രങ്ങള് ഞങ്ങളുടെ ആർക്കൈവ്സിനകത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴെന്ന് പറയുന്നത് അത് വെറുതെ ഈ അദാനിക്ക് വേണ്ടി ഓശാന പാടാൻ വേണ്ടി പറയുന്നതാണ്. ഞങ്ങള് ഓഖി വന്ന സമയം മുതൽ, അല്ലെങ്കിൽ അതിന് മുമ്പേ വന്ന സമയം മുതൽ ഞങ്ങൾ സർക്കാരിനോട് നിരന്തരമായിട്ട് രേഖാമൂലവും അല്ലാതെയും മുഖ്യമന്ത്രിമാരെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും നേരിട്ടും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. ഓരോ മൺസൂൺ കാലങ്ങളിലും ഞങ്ങളുടെ ഓരോ വരി വീടുകൾ തകർന്നു തരിപ്പണമാകുമ്പോൾ നിരന്തരം ഞങ്ങൾ സർക്കാരിനോട് പറയാറുണ്ട്, ഇത് ഈ വിഴിഞ്ഞത്ത് നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണം കാരണമാണ് അതിരൂക്ഷമായ ഈ കടലേറ്റം സംഭവിക്കുന്നത്. കാരണം അറബിക്കടലിൽ ഒരു പുലിമുട്ട് നിർമ്മാണം നടന്നാല് ഈ സെഡിമെന്റ് മൂവ്മെന്റ്, അതായത് കടലിന്റെ മണലിനൊരു ചലനമുണ്ട്. അത് അറബിക്കടലിന്റെ മാത്രം പ്രത്യേകതയാണ്. കാരണം ഞാനൊക്കെ ഒരുപാട് കടലിൽ, പസഫിക് ഓഷ്യനിൽ ഞാൻ കുളിച്ചിട്ടുണ്ട്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഞാൻ കുളിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഇന്തോനേഷ്യൻ കടലിൽ ഞാൻ കുളിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അറബിക്കടലിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, കരയിൽ നിന്ന് നമ്മൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 20 മീറ്റർ കഴിയുമ്പോൾ കടലിന് നേരെ കുത്തനെ താഴുകയാണ്. അതിനെയാണ് ഞങ്ങളുടെ നാട്ടുഭാഷയിൽ കടൽ വെട്ടെന്ന് പറയുന്നത്. ഈ കടൽ വെട്ടിലാണ്, ഈ അറബിക്കടലിൽ മാത്രമാണ് ഒരു 6 നില 7 നില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ കടലടിക്കുന്നത്. കാരണം ആ കടൽ വെട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഈ കടൽ വെട്ടിന്റെ ആ സമയത്താണ് ഈ കടലിന്റെ അടിത്തട്ടിലെ മണലുകള് ഈ ചലിച്ചു തുടങ്ങുന്നത്. അത് ആ കടൽത്തട്ടിന്റെ സെഡിമെന്ററി മൂവ്മെന്റ് തടസ്സപ്പെടുത്തരുതെന്ന് ഞങ്ങള് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഓരോ പുലിമുട്ടുകൾ നിർമ്മിക്കുമ്പോഴും കടലിന്റെ സെഡിമെന്ററി മൂവ്മെന്റ് ഈസ് ബീയിങ് ഹിൻഡേർഡ് ബൈ ഹ്യൂമൻ ഇന്റർവെൻഷൻ. അത് തടയണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ മണലിന്റെ ഈ തെക്കോട്ടും വടക്കോട്ടുമുള്ള ചലനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് തടഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്നുള്ളത് തടയുന്നതിന്റെ തെക്കുവശത്ത് ഈ മണലുകളെല്ലാം ഇങ്ങനെ അടിച്ചു കയറും. അങ്ങനെയാണ് അടിമലത്തുറ മുതൽ പൂവാറ് വരെ പുതിയ കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള
പുതിയ തീരം രൂപം കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ഫാദർ തെയോഡഷ്യസ്. വളരെ വ്യക്തമാണ്. ഈ ഒരു വിഴിഞ്ഞം തുറമുഖം സൃഷ്ടിച്ച ഒരു തീരശോഷണത്തെ സംബന്ധിച്ച് വളരെ വിശദമായി തീരത്തിന് ദയനീയാവസ്ഥ ഫാദർ തെയോഡഷ്യസ് പങ്കുവയ്ക്കുകയുണ്ടായി. ശ്രീ ജോസഫ് MBIS, ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതിയുടെ ചെറിയൊരു ചരിത്രം അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. 1995 ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതി ആരംഭിക്കുന്നത്. തുടർന്ന് കുമാർ ഗ്രൂപ്പുമായി ഒരു ധാരണാപത്രം ഒപ്പിടുന്നു. 2004 വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി രൂപീകരിക്കുന്നു. അതിനുശേഷം ചില ക്രെഡിബിൾ ആയിട്ടുള്ള ചില ഏജൻസികളുണ്ട്. സെൻട്രൽ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് പോലുള്ള ഏജൻസികൾ കണ്ടെത്തുകയുണ്ടായി. തിരുവനന്തപുരത്തിന്റെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ തെക്കൻ തീരമേഖലയുടെ ഒരു പ്രത്യേകത ഒരു ഇറോഡിംഗ് കോസ്റ്റ് ആണ്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഒരു തുറമുഖത്ത് നടത്താൻ പാടില്ല. ആ ഒരു തീര ശോഷണത്തിലേക്ക് അത് നയിക്കുമെന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ സമരപന്തലിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് പിതാവ് പറയുകയുണ്ടായി, വഴിവിട്ട ചില കരാറുകൾ ഈ ഒരു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. ഈ ഒരു തീരത്തിന്റെ ഒരു ദുർബലമായ കേരള തീരത്തെ പരിഗണിക്കാതെ ഉണ്ടാക്കിയ ചില കരാറുകളുടെ ഒരു അനന്തര ഫലമല്ലേ ഇപ്പോൾ തെക്കൻ തീരമേഖല, കേരളത്തിന്റെ തെക്കൻ തീരമേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീ ജോസഫ് MBIS. ജോജി, ഞാൻ ഇതിനകത്ത് അധികം വൈദഗ്ധ്യം ഒന്നുമുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള മറുപടിയാണ് എനിക്ക് തരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഈ ചർച്ചയുടെ വിഷയത്തെ പറ്റി ഞാനൊരു വാക്ക് പറയട്ടെ. ഇതിനകത്ത് ചർച്ചയുടെ വിഷയം ഞാൻ ശ്രദ്ധിച്ചുവെങ്കിൽ ഇതിനകത്ത് ആര് തോൽവി സമ്മതിക്കുന്നതാണ് ചർച്ചയുടെ വിഷയം. ആ വിഷയം തന്നെ തെറ്റാണ്. ഇതിനകത്ത് തോൽവി ജയവും ഇല്ല. ഇതിനകത്ത് ഒരു മനുഷ്യ സമൂഹത്തിന്റെ വേദന അത് കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ്. ഇതിനകത്ത് സർക്കാർ തോൽക്കില്ല, ആരും തോൽക്കില്ല. സർക്കാർ ഇവർക്ക് പുനരധിവാസിപ്പിച്ച് ഇവർക്ക് വീടുകൾ, ഭവനങ്ങൾ പണിതു കൊടുത്ത് ഇവർക്ക് നഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾക്ക് പകരം സ്ഥലം തയ്യാറാക്കി കൊടുക്കുന്നത് തോൽവിയല്ല, അത് ഗവൺമെന്റിന്റെ വിജയമാണ്. അത് മനസ്സിലാക്കാനായിട്ട് അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് ഇതിനകത്തൊരു തോൽവിയില്ല, ഇതിനകത്തൊരു ഈഗോ ഇല്ല എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് സർക്കാർ ആ മനോഭാവത്തോടു കൂടെ ഇതിനെ സമീപിക്കണം. കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ പ്രശ്നം ഇത് ഒരു ലത്തീൻ സമുദായത്തിന്റെ ഒരു പ്രശ്നമായിട്ട് കാണിച്ച് നൽകാനായിട്ടുള്ള ഒരു പ്രവണത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് തെറ്റാണ്. ഇത് ലത്തീൻ സമുദായമല്ല, ഇത് സീറോ മലബാർ, സീറോ മലങ്കര, ഹൈന്ദവ, മുസ്ലിം എല്ലാവരുടെയും, കേരളത്തിലെ എല്ലാ ജനത്തിന്റെയും ഒരു പ്രശ്നമാണ് ഇവിടെ കാണിച്ച് തരുന്നത്. നമുക്ക് മുമ്പായി കഴിഞ്ഞ 10 ദിവസം ആ പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ കാണിച്ചു തരുന്ന ഒരു പ്രശ്നമാണ്. ആ രീതിയിൽ ഇതിനെ കാണുന്നത് ഇത് സമൂഹത്തിന്റെയോ ഒരു ചെറിയ വിഭാഗത്തിന്റെ ഒരു പ്രശ്നമായിട്ട് ഇത് കാണുന്നത് വലിയ തെറ്റാണ്. ഇത് നമ്മളെ ഓരോരുത്തരെയും ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ കാണണം. അത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അത് പറയുമ്പോ തന്നെ എന്തുകൊണ്ട് ഈ 10 ദിവസം ഇത്രയും ശ്രദ്ധ പിടിച്ച ഒരു സമരമായിട്ട് ഇത് മാറി എന്നതിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് ആ വികാരം, ഇത്രയും വർഷം ഇത് പണി തുടങ്ങിയിട്ട് ബുദ്ധിമുട്ടുകൾ ഉള്ള വികാരത്തിന് പൊട്ടി തെറിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചത് കൊണ്ടാണ് ഇത്രയും വൈകാരികമായിട്ട് ഈ സമരം മാറിയിരിക്കുന്നത്. കേരളത്തിന്റെ മാത്രമല്ല, ഞാൻ ഡൽഹിയിൽ ഇരുന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഡൽഹിയിലായിരുന്നു. അവിടുത്തെ പത്രങ്ങളിൽ ഇത് വളരെ വലിയ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയെ മുഴുവൻ ഈ പ്രശ്നമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ജോജി പറഞ്ഞു ഇത് 1995 ആരംഭിച്ചു. അതിന്റെ ആ ചരിത്രം പറഞ്ഞു തന്നു. 2015 കരാർ ഒപ്പിട്ടത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കരാർ ഒപ്പിട്ടപ്പോൾ 2-3 വർഷത്തിനകം ഇത് പൂർത്തിയാക്കുന്നുള്ള കരാറായിരുന്നു. ഇന്നിപ്പോ 2015 കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 വർഷം കഴിഞ്ഞിട്ട് 1/3 ഇതിന്റെ പണി തീർന്നിട്ടുള്ളൂ. അപ്പൊ അത്രയും വളരെ മന്ദഗതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് 2015 കരാർ ഒപ്പിടുന്നു, 2019 ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അപ്പൊ നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് ഡിസംബർ 2019 ഇപ്പോ ഏതാണ്ട് ഡിസംബർ ആയില്ലെങ്കിലും ഏതാണ്ട് സെപ്റ്റംബർ ആകാൻ പോകുന്നു 2022. 3 വർഷം കഴിഞ്ഞിട്ടും 1/3 അവിടുത്തെ പണി നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ 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 സ്ലോ ആയിട്ടാണ്, വളരെ പതുക്കിനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ കമ്പനി പറയുന്നത് കാണാൻ സാധിക്കും. 2024 പറയാൻ കാരണം ജോജി, അത് എടുത്തു പറയാൻ കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം
ഉണ്ടായ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഈ ഈ സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ അവിടുത്തെ പ്രവർത്തനങ്ങൾ പണി നിർത്തില്ല എന്ന് പറയുന്നത് അത് ഒരു പിന്തിരിപ്പൻ ഒരു രീതിയാണ്. ഇത്രയും, അതായത് 7 കൊല്ലം കഴിഞ്ഞിട്ട് 1/3 തീർന്നിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസമോ 1 വർഷമോ ഇത് പണി നിർത്തിയിട്ട് നമ്മുടെ സമരക്കാര് ആവശ്യപ്പെടുന്ന പോലെ ഒരു 6 മാസമോ 1 വർഷമോ പണി നിർത്തിയാൽ ഇത്രയും വലിയ നഷ്ടമല്ലേ വരാൻ പോകുന്നുള്ളൂ. പണി നിർത്തിക്കൊണ്ട് ഇവരെ പുനരധിവസിപ്പിക്കുക, അവർക്ക് വീടുകൾ പണിത് കൊടുക്കുക, വീടുകളിൽ താൽക്കാലികമായിട്ട് റെന്റ് കൊടുക്കുക. അവരുടെ ആവശ്യങ്ങളൊക്കെ വളരെ ന്യായമാണ്. ഞങ്ങൾക്ക് മാറി താമസിക്കാനായിട്ട് ഒരു വാടകയ്ക്കുള്ള മാസം തോറും തുക തരണം, പുതിയ സ്ഥലം തരണം, പുതിയ വീട് ചോദിക്കുന്നതില് യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുവേണ്ടി ഇപ്പൊ 6 മാസമോ 9 മാസമോ 1 വർഷമോ ഈ പണി നിർത്തിയാൽ വലിയ ആപത്തൊന്നും വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത്രയും ഡിലേഡ് ആയിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും അല്പം കൂടി ഡിലേ വരുന്നത് കൊണ്ട് ഒരു തെറ്റ്. ശ്രീ ജോസഫ് ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, UDF-ന്റെ മൊത്തത്തിലുള്ള ഒരു വികാരം ഈ സമരത്തോട് അനുഭാവമുണ്ട്. പക്ഷേ ഈ ഒരു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്നതിനോട് UDF നേതാക്കൾ അനുഭാവപൂർണമായ ഒരു സമീപനമല്ല പുലർത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിവിടെ UDF-ന്റെ വ്യക്താവായിട്ടല്ല, ഞാൻ UDF-ലെ പ്രവർത്തകനാണ്. കോൺഗ്രസിലായിരുന്നു, പിന്നെ കേരള കോൺഗ്രസിലേക്ക് കഴിഞ്ഞ ഇലക്ഷൻ തൃക്കരിപ്പൂര് മത്സരിച്ചപ്പോഴും നിന്നു. ഞാനിവിടെ പറയുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള അഭിപ്രായങ്ങൾ. ഞാൻ അതുകൊണ്ട് ഇത് UDF-ന്റെ അഭിപ്രായമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഞാൻ ശക്തിയായിട്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ. ഞാനിപ്പോ ഇരിക്കുന്ന തൃക്കരിപ്പൂരാണ്, എന്റെ നിയോജകമണ്ഡലത്തിലാണ്. ഇവിടെ തൊട്ടടുത്താണ് വലിയ പറമ്പ എന്ന് പറഞ്ഞ പഞ്ചായത്ത്. അവിടെ വലിയ പറമ്പ എന്ന് പറഞ്ഞ 22 കിലോമീറ്റർ നീളവും ഏതാണ്ട് 500 മീറ്റർ, ഏറ്റവും അതിന്റെ വീതി കൂടിയ സ്ഥലത്ത് വെറും 500 മീറ്റർ മാത്രം വീതിയുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ നമ്മുടെ ഈ CRZ കൊണ്ടുവന്ന് ഏതാണ്ട് എല്ലാവരെയും, അത് CRZ-ലെ സോൺ 3 ആയിട്ട് പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്താണ്. അവിടുത്തെ ഏതാണ്ട് എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയും അത് പുതിയ പണിയും സമ്മതിക്കാത്ത ഒരു സ്ഥിതി ഇവിടെ കാസർഗോഡിന്റെ ഈ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നടക്കുമ്പോൾ ആണ് അവിടെ ഒരു ഫൗണ്ടേഷൻ കെട്ടിയത് പോലും പൊളിച്ചു കളയാനായിട്ടുള്ള ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് അതിനെ പറ്റി ദീർഘമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ വടക്കേ അറ്റത്ത് സാധാരണക്കാർക്ക് താമസിക്കാൻ സാധിക്കാത്ത രീതിയിൽ CRZ അടിച്ചമർത്തുന്നു. അതേസമയം അവിടെ ഒരു വർഷം ഇത് ഡിലേ വന്നാൽ എന്താ ഛേദം വരുന്ന ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അനുവദിക്കണം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സമരക്കാരുടെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ അവരുടെ അവകാശങ്ങൾ അംഗീകരിച്ചു എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ ഈ സർക്കാരിനെ അധികം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സർക്കാരായിട്ട് ഞാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിർത്തി തന്നെ വേണം ആ പുനരധിവാസം നടത്താൻ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതിന്റെ സ്വഭാവം, ഈ സമരത്തിന്റെ സ്വഭാവം നമ്മളൊന്ന് പരിശോധിച്ചാല് ഈ കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന കർഷകരുടെ ആ സമരത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് ഇത് പോകുന്നുണ്ട്. കാരണം കർഷകർ ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര് കേരളത്തിൽ മാത്രമല്ലല്ലോ, കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അങ്ങ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ എല്ലായിടത്തുമുള്ള കർഷകർക്ക് ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇത് അന്ന് കേന്ദ്ര ഗവൺമെന്റ് എന്ത് രീതിയിലാണോ ഈ കർഷകരുടെ സമരത്തെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചത്, ആ ഒരു രീതിയിൽ ഇത് അടിച്ചമർത്താൻ കേരള സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. തെറ്റുള്ള കപടമായിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ കൊടുത്തത് കൊണ്ട് ഇത് നിൽക്കില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഇവിടുത്തെ വർക്ക് നിർത്തണം എന്നുള്ളത് ഒരു പോയിന്റാണ്. ഞാൻ 2 പോയിന്റും കൂടി എനിക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ ജോയ് ജെറാഡ്, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഒറ്റക്കെട്ടായാണ് തീരദേശ ജനത ഒറ്റക്കെട്ടായാണ് ഈ ഒരു സമരത്തിന് ഇറങ്ങുന്നത്. നമുക്കറിയാം, ആ ഒരു സമര ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വളരെയധികം ആവേശത്തിലാണ് തീരത്തിന്റെ മക്കൾ, കടലിന്റെ മക്കൾ ആ ഒരു സമരത്തിൽ പങ്കുചേരുന്നത്. എന്നാൽ 1-2 കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഈ ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു നാളെ മുതൽ ഈ വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന ഉപരോധ സമരത്തിനെതിരെ ഒരു സമരം അവർ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. അവരുന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാശിന് നഷ്ടം പോലും സംഭവിക്കാതെ കൂടുതൽ തുക കൈപ്പറ്റിയവരാണ് സമരം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ
ഈ വിഴിഞ്ഞം തുറമുഖ കവാടം ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ഉന്നയിക്കുന്നു. ഈ ജനകീയ പ്രതിരോധ സമിതി എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയുടെ പിന്നിൽ ആരാണ്? അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണ് ശ്രീ ജോയ്? ബഹുമാനപ്പെട്ട ജോജി, നമ്മുടെ ഇവിടെയുള്ള ജനകീയ പ്രതിരോധ സമിതി നമ്മുടെ ഈ സമരത്തിന്റെ കാഠിന്യത്തെ കുറപ്പിക്കാനുള്ള പരിപാടിയാണ് അവരാലോചിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ഗവൺമെന്റ് നൽകിയത് ഈ പ്രദേശത്തുള്ള ചിപ്പിത്തൊഴിലാളികൾക്കാണ്. ഒരു ചിപ്പിത്തൊഴിലാളിക്ക് നൽകിയത് 12.5 ലക്ഷം രൂപയാണ്. പക്ഷെ അതേസമയം ഈ മത്സ്യത്തൊഴിലാളികളായ ആൾക്കാർക്ക്, ഏകദേശം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വള്ളവും വലയും മെഷീനൊക്കെ ഇട്ട് കടലിൽ യാത്ര ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ 8 ലക്ഷം രൂപ വേണം. ആ 8 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന വ്യക്തിക്ക് നൽകിയത്, അവന്റെ ജോലി നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ നൽകിയത് 5,60,000 രൂപയാണ്. എന്നാൽ ചിപ്പിത്തൊഴിലാളിക്ക് നൽകിയത് 12.5 ലക്ഷം രൂപയാണ്. അപ്പൊ അത് ഏത് കണക്കിലാണെന്ന് ഗവൺമെന്റ് ഇന്നും പറയുന്നില്ല. ഇനി കട്ടമര തൊഴിലാളികളുടെ ലിസ്റ്റ് 2015 മുതൽ നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുത്തതാണ്. അത് ഇന്ന് ഈ നിമിഷം വരെയും ക്ലിയർ ആയിട്ടില്ല. ഇപ്പോഴാണ്, കഴിഞ്ഞ ആഴ്ചയാണ് ഒരു സംസാരം വന്നത്, 117 തൊഴിലാളികളെ ഫൈനൽ ചെയ്തു എന്നതും പറഞ്ഞിട്ട്. പക്ഷേ അവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 80,000 രൂപയാണ്. ഇതും നാം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അണിയറ പ്രവർത്തകരിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 80,000 രൂപയാണ്. പ്രിയ ശ്രീമാൻ ജോജി, ഇത് എവിടെയും ഉള്ളത് തന്നെയാണ്. ഒരാൾ സമരം ചെയ്യുമ്പോൾ അതിനെ വിഘടിപ്പിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ചിന്തകളും ചർച്ചകളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അതിനെ നമ്മൾ അത്തരത്തിൽ തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ മറ്റൊരു വിഷയം കൂടെ പറയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമുള്ള ഫിഷിംഗ് ഹാർബർ 1965 തറക്കല്ലിട്ടതാണ്. ഇന്ന് ഈ ദേശത്ത് 2300 പരം, അതായത് വിഴിഞ്ഞം ഇടവക, ഞാൻ വിഴിഞ്ഞം സ്വദേശിയാണ്, 2300 പരം വള്ളങ്ങൾ ഉടമകളാണ്. വള്ള ഉടമകൾ എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളങ്ങളുണ്ട്. അതേസമയം അതേപോലെ തന്നെ ഈ ഫിഷിംഗ് ഹാർബറിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 5 മുതൽ പൂവാറ് വരെ അല്ലെങ്കിൽ പൊഴിയൂര് വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് വരുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ അവരുടെ കടപ്പുറത്ത് നിന്ന് മീൻ പിടിക്കാനോ മീൻ കൊണ്ടുവരാനോ പറ്റാത്ത റഫ് സമയമാണ്. അപ്പൊ അതിന് സേഫ്റ്റി ബാർ ഏരിയ എന്ന് പറയുന്നത് വിഴിഞ്ഞം ഹാർബറാണ്. 1965 കല്ലിട്ടിട്ട് പോലും അതിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെയും സജീവമായിട്ടില്ല. എങ്കിലും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം അവിടെ നടത്തുന്നു. ഈ കേരള തീരത്തിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള കടപ്പുറങ്ങളിലുള്ള ആൾക്കാർ അവിടെ വന്ന് മത്സ്യബന്ധനം നടത്തുന്നു. ആ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഹാർബറിൽ നിന്ന് ഏകദേശം 100-150 മീറ്റർ മാറിയാണ് ഗവൺമെന്റിന്റെ പുതിയ പോർട്ട് വരുന്നത്. ഈ പുതിയ പോർട്ട് നല്ല തന്നെയാണ്, ആരും വികസനത്തിന് എതിര് പറയുന്നില്ല. അന്നും ഞാൻ ഈ പോർട്ടിന് വേണ്ടി സമരം ചെയ്ത കൂട്ടത്തിൽ തന്നെയാണ്. കാരണം അന്ന് നമ്മൾ മനസ്സിലാക്കിയത് യുവാക്കൾക്കും പുതിയ തലമുറയ്ക്കും ഇതൊരു വലിയൊരു സാധ്യത എന്നാണ്. പക്ഷേ ഇന്ന് ആ സാധ്യത പറഞ്ഞിരുന്നാൽ തന്നെയും ആ തലമുറയെ പോലും നമ്മൾ കടത്തുകാരാക്കുകയാണ്. ആ തലമുറയ്ക്ക് എന്ത് ജോലി കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന 550 തൊഴിലുകൾ മാത്രമേ ഈ ജോലിയിൽ പ്രതിപാദിപ്പിക്കുന്നുള്ളൂ. ഇനി ഈ ഹാർബറിന്റെ പണി ആരംഭിച്ചപ്പോൾ, പൈലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, എന്റെ സ്ഥലത്ത് എന്റെ വീട്ടിന്റെ താഴെ 282 വീടുകൾക്കാണ് വിള്ളലുകൾ സംഭവിച്ചത്. ആ വീടുകൾ മാത്രമല്ല, തൊട്ടടുത്തിരുന്ന ഞങ്ങളുടെ കല്യാണ മണ്ഡപത്തിന്റെ ഭിത്തി പോലും വിള്ളൽ സംഭവിച്ചു. അത് ഞങ്ങൾ ഗവൺമെന്റിന് നോട്ടിഫിക്കേഷൻ നൽകി. എന്നിട്ട് ചർച്ചയിൽ അന്ന് ഞങ്ങൾ സമരം നടത്തി. 15 ദിവസം ഇതേപോലെ കടപ്പുറത്താണ് ഞങ്ങൾ സമരം നടത്തിയത്. ആ 15 ദിവസം സമരം ചെയ്തപ്പോൾ അവര് പറഞ്ഞത് ഒരു കമ്മീഷൻ വെച്ച് ഇതിന്റെ തീരുമാനം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ വെച്ച് പഠനവും നടത്തി. ആർക്ക് ഉപകാരപ്പെട്ടു ആ പഠനം? അദാനിക്ക് ഉപകാരപ്പെട്ടു. ആ പഠനത്തിന്റെ റിപ്പോർട്ട് എന്തെന്നാണ്? പൈലിംഗ് മൂലമല്ല ഈ വിള്ളലുകൾ സംഭവിച്ചു എന്നും പറഞ്ഞിട്ടാണ് പഠന റിപ്പോർട്ട് വന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണം. ഈ റിപ്പോർട്ടിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഹാർബറിന്റെ പണി പോർട്ടിന്റെ പണി ആരംഭം മുതൽ അവസാനം വരെ എന്ത് പഠനങ്ങൾ ഉണ്ടെങ്കിലും പഠനങ്ങൾ നടത്താൻ അദാനിക്ക് മാത്രമേ കഴിവുള്ളൂ. അദാനിയുടെ ചെലവിലാണ് ഇവിടെ പഠനങ്ങൾ നടത്തുന്നത്. അപ്പൊ പഠനങ്ങൾ നടത്തി വീണ്ടും തദ്ദേശീയരായ ആൾക്കാർക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. അവർ എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെയും ചെയ്തിട്ടുമില്ല. അത് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 2010 ഈ കോവിഡ് കാലത്താണ് ആ നാട്ടുകാർ, അതായത് ഞങ്ങളെല്ലാം കൂടെ വീണ്ടും 34 ദിവസത്തെ രാപ്പകൽ സമരം നടത്തി. ആ രാപ്പകൽ സമരത്തിൽ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് തന്നത്?
തരുമെന്ന് പറഞ്ഞ് അത് ഇന്ന് പോലും തീരുമാനമായിട്ടില്ല. ആ തീരുമാനത്തിന്റെ ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോർ കമ്മിറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഓരോ 18 ആവശ്യങ്ങളും നടത്തുന്നുണ്ടെന്നോ ആലോചിക്കാൻ വേണ്ടി. പക്ഷെ ഇന്നും ആ മീറ്റിങ്ങുകൾ പോയിട്ട് ഏകദേശം ആ 18 കാര്യങ്ങളിൽ 30% ഓൺ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അന്ന് ഗവൺമെന്റ് ഉമ്മൻചാണ്ടി സർക്കാർ എന്താ പറഞ്ഞത്? ഈ പ്രോജക്റ്റ് വരുമ്പോൾ വിഴിഞ്ഞം ദേശത്തു നിന്നല്ല ഈ പരിസരത്ത് നിന്ന് ഒരു വീടുകൾ പോലും ഒഴിപ്പിക്കില്ലെന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത്. നിങ്ങൾക്കറിയോ ഈ സമരം ആരംഭിച്ച 2ാമത്തെ ആഴ്ച ഈ ഗവൺമെന്റിന് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ഏരിയയിൽ 6 വീടുകൾ, കടപ്പുറത്തുനിന്ന് തൊട്ടടുത്തിരിക്കുന്ന 6 വീടുകളിൽ റെയിൽവേക്ക് വേണ്ടി കുറ്റിയടിച്ചു. അതെന്തുമാത്രം വിഷയങ്ങളായി. ഞങ്ങൾ ഇതാ കഴിഞ്ഞ ആദ്യത്തെ മീറ്റിംഗിൽ ഞാൻ സംസാരിച്ചു അവിടുത്തെ മന്ത്രിക്ക് അറിയത്തില്ല. കുറ്റിയടിച്ച കാര്യം മന്ത്രിക്ക് അറിയത്തില്ല. അവിടെ റെയിൽവേ ഉണ്ടോ എന്നുള്ള കാര്യം പോലും മന്ത്രിക്ക് അറിയത്തില്ല. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന കളക്ടർ പറഞ്ഞത്, ആ സഹോദരൻ പറയുന്നത് ശരി തന്നെയാണ്, അവിടെ റെയിൽവേ ലൈൻ ഉണ്ട്. പ്രദേശവാസികളൊന്നും ഇതൊന്നും അറിയിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്ന കാര്യം പ്രദേശവാസികൾക്കൊന്നും അറിയത്തില്ല. റെയിൽവേ ലൈൻ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അതിന്റെ അലൈൻമെന്റ് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ ദിവസമാണ്, ഈ സമരം നടന്ന 2ാമത്തെ ആഴ്ചയാണ് ഞങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളെ ആരെയും അറിയിക്കാതെ ഗവൺമെന്റിന്റെ സ്റ്റാഫുകൾ തന്നെയാണ്, അല്ലെങ്കിൽ വിസിലിന്റെ സ്റ്റാഫുകൾ തന്നെയാണ് അവിടെ വന്ന് കുറ്റിയടിച്ചത്. ഈ കുറ്റി അടിച്ച സമയത്ത് തലയ്ക്ക് ശകലം വെളിവുള്ള അല്ലെങ്കിൽ ശകലം ബോധമുള്ള ഒരു ചേച്ചിയുടെ വീട്ടിനകത്ത് കയറിയപ്പോഴാണ്, അവരുടെ വീട്ടിന്റെ മുറ്റത്താണ്, കോമ്പൗണ്ടിന്റെ മുറ്റത്താണ്. ആ വീടെന്ന് പറയുന്നത് കടപ്പുറത്തുനിന്നും ഏകദേശം 18 മീറ്ററോളം പൊക്കത്തിലാണ് ഇരിക്കുന്ന വീടുകളെല്ലാം. ഇത് വന്നാലുള്ള ദോഷം എന്താണ്? തൊട്ടടുത്താണ് ഇവരടിച്ചിരിക്കുന്ന പോയിന്റിന്റെ തൊട്ട് 250 മീറ്റർ മാറി ഞങ്ങളുടെ വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് അടിച്ചിരിക്കുന്ന 50 മീറ്റർ മാറി ഞങ്ങളുടെ റച്ചൻസ് മെമ്മോറിയൽ ലൈബ്രറി. ഇനി ഈ 6 വീട് മലയിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. ആ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 12 മീറ്റർ അല്ലെങ്കിൽ 18 മീറ്ററോളം താഴെയാണ് കടപ്പുറം. അപ്പൊ ഈ അലൈൻമെന്റ് വരുന്നത് മുക്കാല ഭാഗത്തു നിന്നാണ്. അണ്ടർഗ്രൗണ്ട് റെയിൽവേ ആണ്. ഈ അണ്ടർഗ്രൗണ്ട് റെയിൽവേ മുക്കാല ഭാഗത്താണ് ഓപ്പണായി വരുന്നത്. ഈ മുക്കാല ഭാഗത്ത് ഓപ്പണായി വന്ന് ഞങ്ങളുടെ വീട്ടിന്റെ താഴെ, അതായത് എന്റെ വീട്ടിൽ നിന്ന് 4 വരി വീട്ടിന്റെ താഴെയാണ്. ഞങ്ങൾക്ക് ആ പ്രദേശത്ത് ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, തെന്നൂർക്കുണത്ത് ഒരു പള്ളിയുണ്ട്, തെന്നൂർക്കുണത്ത് ഒരു കുരിശടിയുണ്ട്. മരിയൻ നഗർ എന്ന ഭാഗത്ത് 100ഓളം വീടുകൾ, ഈ സുനാമി സമയത്ത് സംഭവിച്ച നമ്മൾ കെട്ടിക്കൊടുത്ത വീടുകൾ, ആ വീടുകൾ ഏകദേശം ഗവൺമെന്റ് ഈ ഫിഷിംഗ് ഹാർബറിന് വേണ്ടി 1982 എടുത്ത 800 വീടുകളാണ് കോളനി പരിസരത്താണ് ഞാൻ താമസിക്കുന്നത്. എന്റെ ഉള്ളിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോ ഏകദേശം അലൈൻമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വീടുകളും സ്ഥാപനങ്ങളും നഷ്ടപ്പെടുന്നതാണ്. എന്താ ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത്? ഒരു വീടുകൾ പോലും പോകില്ല എന്ന് പറഞ്ഞു. ഇനി ഈ ഹാർബറിനകത്ത് കയറി നോക്കട്ടെ, ഇവിടെ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു മരം വർഷങ്ങൾക്ക് മുന്നേ സെക്രട്ടറിന്റെ പരിസരത്ത് മുറിക്കാൻ നിന്നപ്പോ അത് മുറിക്കല്ലേ എന്നും പറഞ്ഞ് കരഞ്ഞ ഒരുപാട് സാംസ്കാരിക നേതാക്കൾ ഉണ്ടായിരുന്നു. നിങ്ങൾ വരും, ഞങ്ങൾ കാണിച്ചു തരാം. ഹാർബറിനകത്ത് കയറും, പോർട്ടിനകത്ത് കയറും. ഒരു പശ്ചിമഘട്ടം തന്നെയാണ് അതിനകത്തുള്ളത്. ഒരു പശ്ചിമഘട്ടം മുഴുവനും ഉണ്ട്. എനിക്കൊരു കാര്യം കൂടെ, കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായി. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എന്താ അതിനെപ്പറ്റി സംസാരിച്ചത്? AC റൂമുകളിലിരുന്ന് പാവപ്പെട്ട കർഷകൻ റബ്ബറിന് കുഴിയെടുക്കുന്നതും മരിച്ചിന് കുഴിയെടുക്കുന്നതുമാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ തൊട്ടടുത്തിരുന്ന ക്വാറിയെ പറ്റി അവർ സംസാരിച്ചില്ല. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഞങ്ങളുടെ ഇവിടെ സംഭവിക്കുന്നത് ദശലക്ഷക്കണക്കിന് ടൺ പാറയാണ് ഈ കടലിൽ കൊണ്ട് വീഴാൻ പോകുന്നത്. ഇനി ആ വീഴുമ്പോൾ, അല്ലെങ്കിൽ ഈ പാറ ഒരു സൈഡിൽ നിന്ന് മുറിച്ചു കൊണ്ടുവരുമ്പോൾ ആ ദേശത്ത് ജനങ്ങൾക്കും ബാധിക്കില്ലേ? വലിയൊരു പ്രളയത്തിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെ സാധ്യത, ഇതെല്ലാം നമ്മൾ മാനിക്കണ്ടേ? ഇനി ഇവിടെ ഹാർബർ വന്നല്ലോ. ഞാൻ നാട്ടുകാരൻ, എന്താ ഞാൻ ഇപ്പോൾ ഈ സമരത്തിന് കൂടെ നിൽക്കുന്നത്? എന്റെ മുറ്റത്താണ് 6 പേര് മരണപ്പെട്ടത്. ഈ കല്ലിട്ടപ്പോഴാണ് 6 പേര് ആ ഹാർബറിനുള്ളിൽ മരണമടയുന്നത്. ഇനി ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന വള്ളങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾ 10-25,000 മത്സ്യത്തൊഴിലാളി താമസിക്കുന്നതാണ് എന്റെ വിഴിഞ്ഞം പേരിഷ് എന്ന് പറയുന്നത്. 2300 വള്ളങ്ങളുണ്ട്. ഇനി ഒപ്പം തന്നെ നമ്മുടെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ, ഇവരെല്ലാം കായൽ പോലെ കിടക്കുന്ന സ്ഥലത്താണ് കെട്ടിയിട്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു കാറ്റ് മതി, പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു കാറ്റ് മതി, ചെറിയൊരു ഓളം, ഇതെല്ലാം കൂട്ടിമുട്ടും.
Yes. അപ്പൊ ഇത് നഷ്ടപ്പെടുന്ന ആ പൈസകൾ പോലും ഇത് ആരും അറിയുന്നില്ല. ഈ മത്സ്യത്തൊഴിലാളിക്ക് ഒന്നാതെ കടലിൽ മീനില്ല, കടലിൽ പോകാൻ പറ്റുന്നില്ല. മണ്ണെണ്ണയുടെ അതിരൂക്ഷമായ വില കാരണം മത്സ്യത്തൊഴിലാളിക്ക് കടലിൽ പോകാൻ പറ്റുന്നില്ല. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം ശ്രീ ജോയ്. വളരെ അതിദയനീയമായ ഒരു സാഹചര്യമാണ് അങ്ങത് വിവരിക്കുന്നത്, പ്രത്യേകിച്ച് തീരദേശവുമായി ബന്ധപ്പെട്ട്. ഫാദർ തിയോഡോഷ്യസ്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ വളരെ അതിശക്തമായ ഭാഷയിൽ അങ്ങ് വിമർശിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു ഈ വിഴിഞ്ഞം സമരം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സമരം എന്ന് പറഞ്ഞു. നേരത്തെ ഇതിനു മുമ്പ് ഗവൺമെന്റ് തലത്തിൽ ഈ പ്രത്യക്ഷത്തിൽ ഈ ഒരു സമരം ആരംഭിച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതിയുമായി നടന്ന ചർച്ച, ഒപ്പം ജില്ലാതലത്തിൽ നടന്ന ചർച്ച, അതൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. വീണ്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുമായുള്ള ഒരു ചർച്ച നടക്കുമെന്ന് ഒരു സൂചന ലഭിക്കുന്നു. ഈ മുഖ്യമന്ത്രിയുമായി നടക്കാൻ പോകുന്ന ചർച്ചയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് സമരസമിതിക്ക്? ഒപ്പം തന്നെ ഈ ഒരു സമരത്തെ അടിച്ചമർത്താനുള്ള ഒരു നീക്കം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് അങ്ങേക്ക് സംശയമുണ്ട്, പ്രത്യേകിച്ച് പ്രകോപനമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട്? ഫാദർ തിയോഡോഷ്യസ്. അല്ലല്ല, ഇത് ഞങ്ങള് ഇവിടെ സമരം നടത്തുന്ന സമയത്ത് ഈ ആദ്യം മന്ത്രി അഹമ്മദ് ദേവർഗോയിൽ പറഞ്ഞു ഇത് പുറമേ നിന്നുള്ളവരാണെന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത് ഈ തീരദേശ മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തുമ്പോൾ അവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് പോലും പഠിക്കാതെ വെറുതെ ചെന്ന് ഇവര് പുറമേ നിന്നുള്ളവരാണെന്ന് പറയുവാനായിട്ട് അദ്ദേഹത്തിന് എന്താ ആധികാരിക രേഖകളാ ഉള്ളത്? അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്നു. മുഖ്യമന്ത്രി ഈ നിയമസഭയിൽ, ഈ നിയമസഭയ്ക്ക് എന്ന് പറയുന്ന ഈ മന്ത്രിമാർക്ക് എന്ത് തോന്നിയാസം വിളിച്ച് പറയാനുള്ളതാണോ? നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നിയമസഭ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ പരിപാവനമായ, ഒരു സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ക്ഷേമത്തിനും സ്വത്തിനും അവരുടെ ജീവനും സംരക്ഷണത്തിനും വേണ്ടി ചർച്ച നടത്തുന്ന പരിപാവനമായ ഒരിടമാണ് ഈ പറയുന്ന നിയമസഭ. അവിടെ കയറി നിന്നിട്ട് ഞങ്ങൾ തന്നെ ജയിപ്പിച്ചുവിട്ട ഈ ആന്റണി രാജു, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്താ തെളിവുള്ളത്? ഇത് ആസൂത്രിതം. പക്ഷെ എനിക്ക് തോന്നാം ചിലപ്പോൾ ഇത് ആസൂത്രിതമായിരിക്കാം. കാരണം അദ്ദേഹത്തിന് ഞങ്ങൾ ഈ 2015 മുതലേ ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ആസൂത്രിതമാണെന്ന് പറയുന്നത്. പക്ഷേ അത് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന ആസൂത്രിതമൊന്നും ഞങ്ങളുടെ ഭാഗത്തില്ല. ഞങ്ങൾ വെറും കൈയോടുകൂടിയാണ് വരുന്നത്. ഇവിടെ ഒരു ദിവസം 28 ബസ് നിറച്ച പോലീസിനെ കൊണ്ട് നിരത്തിയിരിക്കുന്നു. അവരാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുണ്ട ഒരു വണ്ടി കിടക്കുന്നു, പിന്നെ കണ്ണീർ വാതക ബോംബ് നിറച്ച് ഇടാനായിട്ടുള്ള വേറൊരു വണ്ടി കിടക്കുന്നു. എന്നിട്ട് ഞങ്ങള് വന്നിരിക്കുന്നത് നിരായുധരായിട്ടാണ്. ഞങ്ങൾ എന്താ ആസൂത്രണം ചെയ്തെന്നാ പറയുന്നത്? അല്ല, അതാണ് ഞങ്ങള് രണ്ടാമത്തെ ചർച്ചയ്ക്ക് മന്ത്രിസഭ തന്നെ തീരുമാനിച്ച ഉപസമിതിയിൽ ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞത്, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ആ 2 വാക്യങ്ങളോടുമുള്ള ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചർച്ച ആരംഭിച്ചത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ആസൂത്രിതമാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഒരു 50,000 കുടുംബങ്ങള്, അതായത് ഈ മാമ്പള്ളി മുതല് ഇങ്ങ് കൊല്ലങ്കോട് വരെയുള്ള 50,000 സാധാരണ മത്സ്യത്തൊഴിലാളികള്, അവരീ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് നിശബ്ദമായിട്ട് കേന്ദ്ര സർക്കാരിന് ധാരാളം വിദേശ നാണ്യം നേടിക്കൊടുക്കുന്നവരായിരുന്നു. അവരുടെ കാതലായ ഈ ലത്തിൻ സമുദായം ഒന്നും ഒരിക്കലും സമരത്തിനിറങ്ങുന്ന ആൾക്കാരല്ല. അവരുടെ ഗുരുതരമായ ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ സമരത്തിനിറങ്ങുന്നത്. ഇന്നിപ്പോ സംഭവിക്കുന്ന എന്താ? ഞങ്ങൾ എല്ലാവരും ഒന്നുകിൽ എന്നേക്കുമായിട്ട് വംശനാശം സംഭവിച്ച് മരണത്തിന് വിധേയരാകുക, അതല്ലെങ്കിൽ ഈ സർക്കാരിന് വളരെ ലളിതമായ രീതിയിൽ വളരെ ഈസി ആയിട്ട് ഡീകമ്മീഷൻ ചെയ്യാവുന്ന ഈ ഹാർബറിനെ ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് ഞങ്ങളെ സ്വസ്ഥമായിട്ട് ജീവിക്കുവാനായിട്ട് അനുവദിക്കാം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായിട്ടൊരു ചർച്ചയുണ്ടാകുമെങ്കിൽ ആ ചർച്ചയിൽ ഞങ്ങളൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് ഇത് വളരെ വളരെ ലളിതമായിട്ട് തന്നെ അതിനെ നിർത്തിവെക്കാൻ സാധിക്കും. കാരണം ആ പ്രോജക്റ്റിന്റെ മൂന്നാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും കാരണവശാൽ ഇഫ് ദ കൺസെഷനെയർ ഈസ് മേക്കിംഗ് എനി ഡിഫോൾട്ട് they can serve the notice before 15 days, and after 15 days of serving the notice they can terminate the contract
വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടി. ഒരു കാര്യം വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കാൻ ഫാദർ തിയോഡോഷ്യസ്, ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തി വെക്കുന്നതിനെ അതിനെ അനുകൂലിക്കാത്തവർ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു നിർമ്മാണം 1/3 ആയിട്ടുള്ളൂ എങ്കിൽ പോലും കോടികൾ ഈ ഒരു തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി ഇതുവരെ ഗവൺമെന്റ് ചെലവഴിച്ചു കഴിഞ്ഞു, ആ പൈസയൊക്കെ വെള്ളത്തിലാകില്ലേ എന്നൊരു ആശങ്ക ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനോടുള്ള താങ്കളുടെ മറുപടി എന്താണ്? നമ്മൾ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നവരോട് വസ്തുനിഷ്ഠമായ ഒരു പഠനം നടത്തുക. ഇതാണല്ലോ ഞങ്ങൾ ആദ്യമേ പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പഞ്ചായത്താണ് കരിങ്കുളം പഞ്ചായത്ത്. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചതല്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ കാനേഷുകുമാരി പ്രകാരം തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ ഒരു പഞ്ചായത്താണ് കരിങ്കുളം പഞ്ചായത്ത്. ആ കരിങ്കുളം പഞ്ചായത്ത് കിടക്കുന്ന ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര പോർട്ടിന്റെ തെക്കുവശത്താണ്. ഈ തെക്കുവശത്ത് കിടക്കുന്ന ജനങ്ങളും ഇങ്ങ് മാമ്പള്ളി വരെയുള്ള ജനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം 50,000-ത്തിലധികം കുടുംബങ്ങൾ താമസിക്കുകയാണ്. ഇതൊരു നഷ്ടമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടമാകില്ല എന്ന് ചോദിക്കുന്നവരോട് ഈ 50,000 കുടുംബങ്ങളെ എവിടെയാ മാറ്റിപ്പാർപ്പിക്കാൻ പോകുന്നത്? ഒരു 3 സെന്റ് സ്ഥലം വെച്ച്, ഒരു 3 സെന്റ് സ്ഥലവും ഒരു 3 മുറിയുമുള്ള ഒരു 50,000 വീട് വെക്കുവാനായിട്ട് ഒരു സിമ്പിൾ കാൽക്കുലേഷൻ വെച്ചാൽ മാത്രം മനസ്സിലാകും. അത് ഇന്ന് ഈ ഉപേക്ഷിക്കുന്ന ഈ അദാനി പോർട്ടിനെക്കാളും 10 മടങ്ങ് ബാധ്യതയാണ് സർക്കാരിന് നൽകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, എന്തിനാ ഞങ്ങളെ മാറ്റിപ്പാർപ്പിച്ചാൽ മാത്രം മതിയോ? ഞങ്ങൾ എവിടെ അധ്വാനിക്കാൻ പോകേണ്ടത്? അപ്പൊ സർക്കാർ ഞങ്ങൾക്ക് എല്ലാ കുടുംബങ്ങളിലും ഓരോ കുടുംബത്തിന് ഒരു സർക്കാർ ജോലി കൊടുക്കേണ്ടി വരും. ഇനി അത് മാത്രം മതിയോ? ഈ പിള്ളേർക്ക് കളിക്കാൻ പോകണ്ടേ? ഈ പിള്ളേർക്ക് വിദ്യാലയം വേണ്ടേ? ഈ പിള്ളേർക്ക് പള്ളി വേണ്ടേ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാല് ഇവിടെ ഈ മുറികളിൽ ഇരുന്ന് പറയുന്ന ആൾക്കാര് തീർത്തും യാഥാർത്ഥ്യബോധമില്ലാതെ, ഒരു കണക്കുകളും പഠിക്കാതെ, ഒരു വസ്തുതകളും മനസ്സിലാക്കാതെ പറയുന്ന വിടുവായത്വം മാത്രമായിട്ടാണ് ഞങ്ങൾക്കത് കാണാൻ സാധിക്കുന്നത്. കാരണം 600 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനം ഉപേക്ഷിക്കുന്നതാണ് 60,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ ഏത് സർക്കാരിനായാലും എളുപ്പം. അതുകൊണ്ട് ഇത്രയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് ഹ്യൂമൻലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺറിയലിസ്റ്റിക്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസഫ് MP IAS, നമ്മൾ ഈ തീര ശോഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തീരദേശത്തെ ഒരു പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഡെവലപ്മെന്റ് ഇൻഡ്യൂസ് ഒരു ഡിസാസ്റ്റർ അല്ലേ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ നാം തീരത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കുന്നു. ഒപ്പം നമുക്കറിയാം 2018 മുതൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രളയം, അപ്രതീക്ഷിതമായ പ്രകൃതി ക്ഷോഭങ്ങൾ, നമ്മുടെ കേരളത്തിലെ മലനാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉരുളുപൊട്ടലുകൾ, അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലുകൾ, ഇതൊക്കെ ഒരു ഡെവലപ്മെന്റ് ഇൻഡ്യൂസ്ഡ് ഒരു ഡിസാസ്റ്റർ അത് കേരളത്തിൽ വർദ്ധിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയല്ലേ? കൃത്യമായ ഒരു പഠനം നടത്താതെ, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു ശാസ്ത്രീയ പഠനം, ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അത് നടത്താതെ ഈ ഒരു ഡെവലപ്മെന്റ് പദ്ധതികൾക്ക് സർക്കാർ തുടക്കമിടുന്നത് കൊണ്ടല്ലേ പല ദുരിതങ്ങളും കേരളത്തിൽ സംഭവിക്കുന്നത്? ശ്രീ ജോസഫ് MP IAS. വികസനം ലോകത്തെമ്പാടും നടക്കുന്നു. വികസനങ്ങളൊക്കെ പ്രകൃതി ദുരന്തത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നില്ല. അതിന്റെ കാരണം ഈ പറയുന്ന പോലെ ഒരു വികസനം, ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നതിന്, ഒരു പദ്ധതി കൊണ്ടുവരുന്നു, അതിനെ പറ്റിയുള്ള പഠനങ്ങള് നടത്തി, ശരിക്കുള്ള പഠനങ്ങൾ, സാങ്കേതികമായിട്ടുള്ള പഠനങ്ങൾ, സയന്റിഫിക് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തി. അല്ലാതെ പഠനങ്ങളിൽ പലപ്പോഴും ബയസ് വരും. ഒരു പ്രോജക്റ്റ് വേണമെന്ന് തോന്നുന്ന ഗവൺമെന്റ് തീർച്ചയായിട്ടും അതിനകത്ത് ബയസ് കൊണ്ടുവന്നിട്ട് പഠനം നടത്തും. ആ രീതിയിലല്ല, ശരിക്കും ശാസ്ത്രീയമായിട്ട് പഠനം നടത്തിക്കൊണ്ട് എന്തൊക്കെ ആഘാതങ്ങൾ വരാൻ സാധിക്കും, പ്രകൃതി എങ്ങനെ ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പ്രതിവിധികൾ തീർച്ചയായിട്ടും ഇന്ന് സാങ്കേതിക ശാസ്ത്രം നമുക്ക് തരുന്നുണ്ട്. ആ പ്രതിവിധികൾ നടപ്പിലാക്കുന്നത് കൊണ്ട്, നടപ്പിലാക്കിയിട്ട് വേണം വികസനം നടത്താൻ എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയവുമില്ല. വികസനം നിർത്തലാക്കലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വികസനം വേണം, എല്ലാവർക്കും വേണം. അത് നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും വേണം. അത് എല്ലാ ജാതി മത തൊഴിൽ പെട്ടിരിക്കുന്ന എല്ലാവർക്കും അത് വേണം. അതുകൊണ്ട് തീർച്ചയായിട്ടും വികസനം ആവശ്യമാണ്. വികസനത്തിന്റെ അടിസ്ഥാനം, വികസനത്തിന്റെ പദ്ധതികൾ രൂപവൽക്കരിക്കുമ്പോൾ അത് പഠനത്തിന്റെ, ശരിക്കുള്ള ശാസ്ത്രീയ പഠനത്തിന്റെ ആസ്പദമാക്കി വേണം എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഞാൻ 2 കാര്യം കൂടി
ഒരു മിനിറ്റ് ശ്രീ ജോസഫ് ബേസ്, അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഫാദർ തിയോഡോസിന് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. അച്ഛനിലേക്ക് വന്നിട്ട് അങ്ങയിലേക്ക് വരാം. അച്ഛൻ പറഞ്ഞോളൂ. ഈ നമ്മുടെ എംപിയോടുള്ള എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ പറയാം, വികസനം എന്ന് പറയുന്നത് കൊണ്ട് ആ വികസനത്തിന് നമ്മൾ ഒരു ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടാൽ ഒരു ചെറിയൊരു കമ്പാരിസൺ, കേരളിന് ചിലരുടെ വീടിന്റെ മുമ്പിൽ ഒരു കുറ്റിയടിച്ചപ്പോഴാണ് ഈ കേരളം ഇത്രയും കോലാഹലം കണ്ടത്. എന്നാൽ ഇവിടെയാണെങ്കിൽ വീടുകൾ തകർന്ന് തരിപ്പണമാകുമ്പോൾ, എന്റെ കൂടെ തന്നെ പങ്കെടുക്കുന്ന ജോയ് പറഞ്ഞിട്ടുണ്ട്, ഒരു ലൈബ്രറിയുടെ മുമ്പിൽ കയറി നിന്ന് കള്ളനെ പോലെ ഒരു അർദ്ധരാത്രിയിൽ വന്നിട്ട് 6 വീടുകളില് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ മോഷണം നടത്തുവാനായിട്ട് ചില വീടുകളിൽ ചെന്ന് ചില അടയാളം ഇട്ടേച്ചു പോകും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ വന്ന് ആ വീട്ടിൽ മോഷണം നടത്തും. അതുപോലെയാണ് ഇന്ത്യൻ റെയിൽവേ ചെയ്തിരിക്കുന്നത്. ഒരു അർദ്ധരാത്രിയിൽ കള്ളനെ പോലെ, ഞങ്ങളെല്ലാം ഇവിടെ സമരപന്തലിരിക്കുമ്പോൾ ഒരു അർദ്ധരാത്രിയിൽ കള്ളനെ പോലെ വന്നിട്ട് ഒരു ലൈബ്രറിയുടെ മുമ്പിൽ ഒരു മെഷീൻ കൊണ്ട് വെക്കുക, എന്നിട്ട് അവർക്ക് തോന്നുന്ന 6 വീടുകളിൽ കൊണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുക, അത് കേരള സർക്കാർ അറിയില്ലെന്ന് നടിക്കുക. അപ്പൊ ഞങ്ങൾ പറയുന്നത്, കേരളയിൽ ആരുടെ വീട്ടിലും കൊണ്ട് കുറ്റിയടിച്ചില്ല, ചിലരുടെ വീടിന്റെ മുറ്റത്ത് കുറ്റിയടിച്ചപ്പോഴാണ് ഇത്രയും വലിയ കോലാഹലം നമ്മൾ കണ്ടത്. എന്നാൽ തിരുവനന്തപുരം തെക്കൻ തീരത്തെ ജനങ്ങളുടെ വീടും കൂടും തൊഴിലിടങ്ങളും അവരുടെ പള്ളിയും ആരാധനാലയങ്ങളും അവർ താമസിക്കുന്ന സ്ഥലങ്ങള് തകരുമ്പോഴാണ് ഈ എന്റെ സുഹൃത്ത് ജോയ് പറഞ്ഞു, അവരുടെ ഞങ്ങളൊരു ജന്മം കൊണ്ട് പണിതുയർത്തിയതാണ്. ഞങ്ങൾ ഈ ലാവിഷായിട്ടുള്ള വീടുകളൊന്നും ചോദിക്കുന്ന, ഞങ്ങൾ അന്നുള്ള അപ്പം കൊണ്ട് തിന്ന് ജീവിക്കുന്ന സംതൃപ്തരായ മനുഷ്യരാണ്. അങ്ങനെ താമസിക്കുന്ന ഞങ്ങൾ പണിതുയർത്തിയ ആ ദേവാലയങ്ങളുടെ മതിലുകൾ വിണ്ടുകീറത്തക്ക രീതിയിൽ, അതല്ലെങ്കിൽ ഞങ്ങൾ പണിതുയർത്തിയ കമ്മ്യൂണിറ്റി ഹാളുകൾ വിണ്ടുകീറത്തക്ക രീതിയിൽ കുറ്റിയടിക്കുന്നതിനാണ് ഞങ്ങളിവിടെ തടസ്സപ്പെടുത്തുന്നത്. ഇത് വികസനമല്ല, ഇത് നേരത്തെ ജോജി പറഞ്ഞതുപോലെ തന്നെ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റർ. അങ്ങയുടെ പോയിന്റ് വ്യക്തമാണ്. ശ്രീ ജോസഫ് അങ്ങേക്ക് തുടരാം. ഏത് പദ്ധതി കൊണ്ടുവന്നാൽ അതിനെപ്പറ്റി പഠനം നടത്തിക്കൊണ്ട് അതിന്റെ വരുന്ന ആഘാതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇന്ന് നമ്മുടെ എവറി പ്രോബ്ലം അണ്ടർ ദ സൺ ദർ ഇസ് എ സൊല്യൂഷൻ. നമുക്ക് ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ അതിന് എല്ലാം പരിഹാരമുണ്ട്. പ്രത്യേകിച്ച് ശാസ്ത്രവും സാങ്കേതികത്വമൊക്കെ വളർന്ന ഒരു സമയത്ത്. അതുകൊണ്ട് ഇതിനൊക്കെ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വികസനം പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. വികസനം ചെയ്യുന്നത് അത് മുൻകരുതലോടുകൂടെ അത് മനുഷ്യരെ ബാധിക്കുന്നത് ഇതിനുള്ള പരിഹാരങ്ങൾ കണ്ട് വേണമെന്നാണ് പറയുന്നത്. അത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 6 വീടുകൾക്ക് രാത്രി വന്ന് കുറ്റി തറച്ചതിന് ഒരിക്കലും ആർക്കും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. പക്ഷെ വികസനത്തിന്റെ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വികസനത്തിന് പല രീതിയിലും പ്രകൃതിയെ ബാധിക്കും. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളോ ആ പരിഹാരം കണ്ടുപിടിച്ചപ്പോണെന്ന് മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 1-2 കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, ഈ നേരത്തെ ബഹുമാനപ്പെട്ട വൈദികൻ സൂചിപ്പിച്ചതുപോലെ ഈ വാക്കുകൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഗൂഢാലോചന എന്നുള്ള വാക്ക്, ആസൂത്രിതം എന്നുള്ള വാക്ക് ഒക്കെ, ഈ ആസൂത്രിതം എന്നുള്ള വാക്ക് ഏത് സമരവും ആസൂത്രിതമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോവുക. ഏത് സമരമാണോ ഇല്ലാത്തത്? എല്ലാത്തിനും ആസൂത്രണമുണ്ട്, പ്ലാനിങ് വേണം, ആര് എപ്പോ പോകണം, ഏത് ഇടവക പോകണം എന്നുള്ളതൊക്കെ അത് ആസൂത്രിതമാണ്, തീർച്ചയായിട്ടും ആസൂത്രിതമാണ്. അത് തെറ്റല്ല, അത് ശരിയാണ്. അല്ലാതെ കുറെ പേരോട് വന്ന് ഇറങ്ങി സമരം ചെയ്യാൻ പറ്റാതെ കൈവിട്ടു പോകും. അത് മറ്റുള്ള രീതിയിലുള്ള എന്താ പറയാ അതിക്രമങ്ങളിലേക്ക് കടക്കും. അതുകൊണ്ട് ആസൂത്രിതം, പ്ലാൻഡ് ആയിരിക്കണം. അതൊരു തെറ്റല്ല. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടികളും എല്ലാ UDF ഒക്കെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ആസൂത്രിതമായിട്ട് പ്ലാൻഡ് ആയിട്ടാണ്. അത് തീർച്ചയായിട്ടും ഒരു തെറ്റല്ല, അത് വേണം. ആസൂത്രിതമല്ലാത്തൊരു സമരമാണ് നമ്മളെ പേടിക്കേണ്ടത്. കാരണം കൈവിട്ടു പോകും, വികാരം വന്നുകൊണ്ട് സമരക്കാര് പലതും ചെയ്യും. അതുകൊണ്ട് ആസൂത്രിതമായിട്ടുള്ള ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്, അങ്ങനെ വേണം. അതൊരു തെറ്റായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന സ്ഥിതിയില് അത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ അതൊരു തെറ്റായിട്ടുള്ള രീതിയിൽ കാണിച്ചത് ശരിയല്ല എന്ന് വിശ്വസിക്കാരനാണ്. അതേപോലെ ഗൂഢാലോചന,
എന്ത് കാര്യത്തിലും നമ്മൾ ആലോചിക്കണം. ഒരു കല്യാണം നടത്താണെങ്കിൽ നമ്മൾ ആലോചിക്കും, എന്റെ മകനെ പറ്റിയ കല്യാണമാണോ ഇത്, എന്റെ മകൾക്ക് പറ്റിയ കല്യാണമാണോ എന്നുള്ളത് ആലോചിച്ച് വേണം ഒരു സംരംഭം നടത്താൻ. അതൊരു ഗൂഢാലോചനയായിട്ട് പറയുന്നത് തെറ്റാണ്. ഗൂഢാലോചന എന്ന് പറയുന്നത് ക്രിമിനൽ കോൺസ്പിറസിയാണ്. ക്രിമിനൽ കോൺസ്പിറസി എന്ന് IPC-യിലെ 120A ആണ് സെക്ഷൻ അതിനെ നിർവചിക്കുന്നത്. ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ് ഗൂഢാലോചന. ഇത് തെറ്റ് ചെയ്യാനല്ല, ഇത് ഒരു ജനത്തിന്റെ വിഷമം സർക്കാരിന് മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു കാൽവെപ്പാണ്. ഒരിക്കലും അത് ഗൂഢാലോചന എന്ന് പറഞ്ഞ് അതിനൊരു കളർ കൊടുത്തുകൊണ്ട് ഒരു തെറ്റായ നിറം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് തെറ്റാണ്. എന്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി അതിന് അസംബ്ലിയിൽ വെച്ച് തന്നെ മാപ്പ് പറയണമെന്നാണ് ഞാൻ പറയാ. തുറമുഖ നിർമ്മാണത്തിന് ഈ അദാനി ഈ വിഴിഞ്ഞം പോർട്ട് നിർമ്മിക്കാനായിട്ട് അന്നത്തെ അടങ്കൽ തുക 7,525 കോടി രൂപയോ മറ്റുമാണ്. അത് ഒരു വലിയ തുകയാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിൽ തന്നെ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വരുന്ന തുക ഒട്ടും കുറവായിട്ട് കാണരുത്. ഇപ്പോ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാനായിട്ട് എത്ര പേരുടെ മാറ്റി താമസിക്കാൻ വേണ്ടി വരുമെന്ന് അച്ഛനോട് കണക്കുകളൊക്കെ അവതരിപ്പിച്ചു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, എനിക്ക് കണക്കുകളുടെ കയ്യിലില്ല. പക്ഷെ ഒരു മനുഷ്യ പ്രശ്നത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടുന്ന തുക അതിനകത്ത് അടങ്കലിൽ കരുതണം. അല്ലാതെ അതാണ് ഒരു പ്ലാനിങ്ങിന്റെ ഭാഗം എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ അതിന്റെ ആഘാതം എന്താണ്, അതിന് പ്രതിവിധികൾ ഉണ്ടാവും. ആ പ്രതിവിധികളുടെ ചെലവ് എന്താണെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അത് അടങ്കൽ തുകയിൽ അത് ചേർക്കണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ മാറ്റി താമസിപ്പിക്കലിന് 1000 കോടികളോ 10,000 കോടികളോ വന്നാൽ അതിന്റെ ഈ അടങ്കൽ തുകയുടെ ഭാഗമായിട്ട് തന്നെ അത് കണക്ക് കൂട്ടി മാറ്റി താമസിപ്പിച്ച് വേണം പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ നിർത്താം. അതായത് അഡാനിയുടെ പോർട്ടാണിത്. ഈ പോർട്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്ന്, ഞാൻ പോർട്ടിന് വിരോധമല്ല കേട്ടോ, ഞാൻ ആദ്യം പറയാം. എങ്കിലും മറുവശം കൂടി നമ്മൾ കാണണം. അദാനി പോർട്ടില് ഗുജറാത്തില് വൻതോതിൽ മയക്കുമരുന്ന് പിടിച്ചു എന്ന്, വളരെ വൻതോതിൽ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത 2 കപ്പലിലാണ് മയക്കുമരുന്ന് പിടിച്ചത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പോർട്ട് കേരളത്തിലാണെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും അതിന്റെ വിൽപ്പനയൊക്കെ ഒരുപാട് കൂടി വരുന്നു എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു പോർട്ട് ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ച് ഒരു ചെറിയ 23 വയസ്സായ ഒരു സജീവനെ കൊലപ്പെടുത്തി, ഡ്രഗ്സിന്റെ ഒരു ഭാഗമായിട്ട്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ അഡാനിയുടെ വിഴിഞ്ഞം പോർട്ടിൽ ഇത് വരുമെന്ന് ഞാൻ പറയല്ല. പക്ഷെ എങ്കിലും ഒരു വലിയ ഇത്തരത്തിലുള്ള തുറമുഖം നിർമ്മിക്കുമ്പോൾ അതിന്റെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്ത്, അത്തരത്തിലുള്ള കപ്പലുകൾ അവിടെ വരാതിരിക്കാനായിട്ട് എന്ത് തീരുമാനങ്ങൾ എടുത്തു, എന്ത് പ്രിക്കോഷൻസ് എടുക്കുന്നു എന്നുകൊണ്ട് കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകും. നമ്മുടെ നാട് ചെറുപ്പക്കാര് ഇങ്ങനെ ഇപ്പൊ തൊടുപുഴയിൽ ഒരു കേസുണ്ടായി. ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തതെല്ലാം നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള ഒരു രീതി പോർട്ട് മാറരുത് എന്ന് കൂടി പറയാനുണ്ട്. ഞാൻ പോർട്ടിന് വിരോധമല്ല എന്ന് പറയുന്നു. പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതായിട്ട് നേരിട്ട് ബന്ധമല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ അദാനിക്ക് ഏതാണ്ട് 2.3 കോടി രൂപയുടെ എന്താ പറയാ ബാധ്യതകളുണ്ട് അത്ര. അത് വലിയൊരു തുകയാണ് എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമല്ലോ. ഈ ഇടയ്ക്ക് NDTV ഒക്കെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു ഡെറ്റ് ട്രാപ്പിലേക്ക്, അതായത് ഒരു കേടിയിലേക്ക് അദാനി നീങ്ങുന്നുണ്ടോ, നീങ്ങിയാൽ ഇത് എങ്ങനെ വിഴിഞ്ഞം ഹാർബറിനെ എങ്ങനെ അത് ബാധിക്കുമെന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി. ഞാൻ തിരിച്ചു വരാം. ജനത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട്, മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസനമാണ് ആവശ്യം. പ്രസക്തമായ ഒരു പോയിന്റാണ് ശ്രീ ജോസഫ് MBIS പറഞ്ഞത്. നമ്മൾ ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശ്രീ ജോയ്, ഈ വിഴിഞ്ഞം തുറമുഖ സമരത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ തീരശോഷണമാണ് ഈ സമരസമിതി പ്രധാനമായും മറ്റു ആവശ്യങ്ങൾ കൊണ്ട് തന്നെ പ്രധാനമായും ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലൂടെ സംഭവിച്ച ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ച തീരശോഷണം. പക്ഷേ ഇതിനെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ തീരശോഷണം കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ആഗോള താപനം അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച്,
അതുമായി ബന്ധപ്പെട്ടാണ് ഈ തീരശോഷണം കൂടുതൽ വർദ്ധിക്കാൻ കാരണമായത് എന്നൊക്കെ. അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു തീരശോഷണത്തിന്റെ പ്രധാന കാരണം ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണോ, അതോ ഈ ആഗോള വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണോ ശ്രീ ജോയ്? ഈ തീരശോഷണം എന്ന് പറയുന്നത് കടല് എന്നുണ്ടായോ അന്ന് മുതൽ തീരശോഷണം ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. കടല് എന്നാണോ ഈ ലോകത്ത് ഉണ്ടായത് അന്നു മുതൽ ഒരു സൈഡ് തീരശോഷണം ഉണ്ടായിട്ടുണ്ട്. 1972 ഫിഷിംഗ് ഹാർബറിന് വേണ്ടി വിഴിഞ്ഞത്ത് കല്ലിട്ട് തുടങ്ങിയത്. ആ കല്ലിട്ട് തുടങ്ങിയ സമയത്തും പൂന്തറയുന്ന ശകല സ്ഥലങ്ങളെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ 2017 വിഴിഞ്ഞത്ത് കല്ലിട്ടതിന് ശേഷമാണ് ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള തീരശോഷണവും കടലിൽ നിന്ന് വലിയൊറ, പൂന്തറ, വലിയതുറ, വേളി, കൊച്ചുതോപ്പ് എന്നീ ഭാഗങ്ങളിലുള്ള വീടുകളെല്ലാം നിലംപത്തി വീഴുന്നത്. ഇനിയിപ്പോ സാറ് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, സംസാരം ഇങ്ങനെയാണ്, ആഗോള നമ്മളെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് സംഭവിക്കുകയാണ്. ഞാൻ അവരോട് ഒന്ന് ചോദിച്ചോട്ടെ, വിഴിഞ്ഞത്തുനിന്ന് വടക്കോട്ട് തീരശോഷണവും തെക്കോട്ട് തീരം വർദ്ധിപ്പിക്കുന്നതും ഈ കാലാവസ്ഥ ഒരു ഏരിയ മാത്രം ലൊക്കേറ്റ് ചെയ്തിട്ടാണോ കാലാവസ്ഥ വരുന്നത്? ഈ വിഴിഞ്ഞത്തുനിന്ന് തൊട്ട് അടുത്ത ഒരു 6 കിലോമീറ്റർ മാറിയാണ് അടിമലത്തുറ. 6 കിലോമീറ്റർ ഇല്ല, ഒരു 4 കിലോമീറ്റർ മാറിയാണ് അടിമലത്തുറ. അപ്പൊ അവിടെ ഒരു തീരശോഷണമോ അല്ലെങ്കിൽ അതൊന്നും സംഭവിക്കുന്നില്ല. അത് കാലാവസ്ഥയുടെ വ്യതിയാനമല്ല. വിഴിഞ്ഞം മുതൽ വലിയതുറ സംഭവിക്കുന്നത് അപ്പൊ കാലാവസ്ഥക്ക് ഇങ്ങനെ വേർതിരിവുണ്ടോ? ഇന്നിടത്ത് ഞാൻ പോകത്തുള്ളൂ, ഇന്നിടത്ത് ഞാൻ പോകത്തില്ല എന്ന് പറയാൻ വേണ്ടി. അപ്പൊ ഇവർ ഏത് പഠനമാണ് നടത്തുന്നത്? ഈ കണ്ണിൽ കാണുന്ന കാര്യം, ഇന്ന് എന്റെ കൺമുമ്പിൽ കാണുന്ന കാര്യം എന്തുകൊണ്ട് ഇവർ അംഗീകരിക്കുന്നില്ല? ഞങ്ങളെക്കാളും പഠിച്ച ഉദ്യോഗസ്ഥരാണല്ലോ അവിടെ ഇരുന്നൊക്കെ AC റൂമിൽ ഇരുന്നൊക്കെ എഴുതുന്നത്. അവര് ലൈവായിട്ട് എന്താ, ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വികാരമായിട്ട് സംസാരിക്കുന്നത്? ഞാൻ ലൈവായിട്ട് ഇന്ന് കണ്ടോണ്ടിരിക്കുകയല്ലേ എന്റെ വീട്ടുമുറ്റത്ത് എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്റെ അയൽവാസിക്ക് എന്താ സംഭവിക്കണത് ഞാൻ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഞാൻ നോക്കി നിൽക്കുക, വീട് നിലം പൊത്തി വീണില്ലേ. ഒരു കടലിൽ, ഈ കടലിൽ, അറബിക്കടലിൽ ആരാണെങ്കിലും ഒരു കല്ലിട്ടാൽ അതിന്റെ വ്യത്യാസം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അത് തന്നെയാണ്. അല്ലാതെ ഈ സമരത്തെ പൊളിക്കാനോ എടുക്കാനോ ബാഹ്യശക്തികൾ എന്ത് ചെയ്തിരുന്നാലും അത് നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ അതിലോട്ട് തിരിയുന്നതുമില്ല. ഇന്ന് ആസ് ഇറ്റ് ഈസ് ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് 2000 ഈ കുമാർ ഗ്രൂപ്പ് വരുന്ന സമയം തന്നെയാണ് ഈ ചർച്ചകളൊക്കെ തുടങ്ങിയത്. അവരെന്താ ചെയ്യാത്തത്? അന്നേ ഉണ്ടല്ലോ പാരിസ്ഥിതിക പഠനത്തിൽ, അന്നേ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ സംഭവിക്കുന്നു പറഞ്ഞിട്ട്. അവരിട്ടെറിഞ്ഞിട്ട് പോയില്ലേ? ഇപ്പൊ ആരുടെയോ തലയിലങ്ങ് പിടിച്ചേൽപ്പിച്ചു. അതായത് നീ വന്ന് ചെയ്യും, ഞാനെല്ലാം തരാമെന്നും പറഞ്ഞിട്ടാണ്. 7565 കോടി രൂപയാണ് തലസ്ഥാനത്ത് ഈ പ്രോജക്റ്റിന് വേണ്ടി ചെലവാക്കുന്നത്. അതില് 67% ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് 848 കോടി എന്താ കൊടുക്കുന്നു, കടമായിട്ടാണ് കൊടുക്കുന്നത്. അത് വീട്ടണം. ബാക്കിയുള്ള ഈ 33% മാത്രമേ അദാനി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നുള്ളൂ. അത് എപ്പോഴാണ് അദാനി വർക്ക് ചെയ്യുന്നത്? ഹാർബർ വർക്ക് പ്രോജക്റ്റ് തീർന്നതിന് ശേഷം അദ്ദേഹം വാങ്ങിയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് അദ്ദേഹത്തിന് നൽകിയ 332 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വ്യവസായങ്ങളും ജോലികളും ചെയ്യാനുള്ളതിനാണ് ഈ 33%. ഇന്ന് അദാനി പോയിരുന്നാലും നഷ്ടം അദാനിക്കല്ല, എനിക്കാണ് നഷ്ടം. അതായത് ഈ സംസാരം കേൾക്കുന്ന എല്ലാവർക്കുമാണ് നഷ്ടം. നമ്മുടെ ടാക്സ് പൈസ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ പറയുന്നത് ഈ തീരശോഷണം പറയുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനം. ഞാൻ നേരത്തെ ചോദിച്ചത് കാലാവസ്ഥയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായ രീതിയിൽ കാലാവസ്ഥ സംഭവിച്ചാൽ എല്ലായിടത്തും ഒരുമിച്ച് സംഭവിക്കണം. അതാണ് അങ്ങനെയാണ്. ഇപ്പൊ ഓഖി വന്നപ്പോഴും എന്താ സംഭവിച്ചത്? എല്ലായിടത്തും കയറി അടിച്ചു. പ്രളയം വന്നപ്പോഴോ എല്ലായിടത്തും പ്രളയമുണ്ടായി, എല്ലാ മേഖലകളിലും പ്രളയമുണ്ടായി. അതുകൊണ്ട് കാലാവസ്ഥ വിഴിഞ്ഞത്തിന് ശേഷം ഇപ്പുറം ഒരു രീതിയിലും വിഴിഞ്ഞത്തിന് അപ്പുറം വേറെ രീതിയിലും കാലാവസ്ഥ നിൽക്കത്തില്ല. അതിന് പറയണ്ട. അപ്പൊ ഈ എക്സ്പെൻഡിച്ചർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ ഈ വർക്ക് ഇപ്പൊ 33% പോലും അല്ലെങ്കിൽ 30% പോലും ആയിട്ടില്ലെന്നേ. 7 വർഷമായി. ഇനി അടുത്ത് ഇതിനെക്കാളും 2 ഇരട്ടിക്ക് കല്ലിടാനുണ്ട്. അപ്പൊ എത്രയായിരിക്കും? ഞാൻ 2020 കല്ലിട്ട് തുടങ്ങിയതാണ്. ഇന്ന് ഇതുവരെ ഒരു 800 മീറ്റർ ആയതേ ഉള്ളൂ. ഇനി 3.1 കിലോമീറ്റർ കൂടെ ചെയ്യാനുണ്ട്. അപ്പൊ അത് എത്ര വർഷം എടുക്കും? ഇനി അത് പോട്ടെ, ഈ പ്രോജക്റ്റിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കി വരുമ്പോ ഇത് ഗവൺമെന്റിന്റെ പൈസയാണ്, എന്റെയും നിങ്ങളുടെയൊക്കെ പൈസയാണ് ഇത്.
ഇപ്പൊ നമ്മൾ നിർത്തിയാൽ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 7500 കോടിക്ക് പകരം നാം ഇതിനോട് അനുബന്ധമായിട്ട് ഒരു 50,000 കോടി രൂപയെങ്കിലും നമ്മൾ ചിലവാക്കണം. ഓക്കെ. കാരണം ഇതിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരമാണ്. എന്തിനാണ് അങ്ങനെ പോകേണ്ടത്? ഗവൺമെന്റ് അങ്ങനെ ആലോചിക്കണം. ഞാൻ ഇന്നലത്തെ മീറ്റിംഗിൽ മിനിസ്റ്ററിനോട് ഒരു ചോദ്യം ചോദിച്ചു. സാർ, ഈ ഇരിക്കുന്ന മിനിസ്റ്റേഴ്സും ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ബിസിനസ് ചെയ്തവരാണ്. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. എന്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ്. എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്. ബിസിനസ് ചെയ്യുമ്പോൾ നഷ്ടം വന്ന എന്ത് ചെയ്യും? അപ്പോ എന്നോട് മിനിസ്റ്റർ പറഞ്ഞ മറുപടി എന്തെന്ന് അറിയാമോ? അത് അദാനി നോക്കിക്കോളൂ എന്നാണ്. അദാനി 5 പൈസ ഇടുന്നില്ലെന്നേ. അദാനി എങ്ങനെ നോക്കും? അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് വലിയൊരു ലാഭമാണ്. 40 വർഷം 10 വർഷം PPP മോഡലുള്ള പ്രോജക്റ്റ് ആണ്. PPP മോഡൽ പ്രോജക്റ്റിന് ഈ ഗവൺമെന്റ് എഗ്രിമെന്റ് ചെയ്ത സമയത്ത് 10 വർഷം കൂടെ നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയും 20 വർഷം കൂടെ കിട്ടാം. ഇത് മറ്റൊരു മുല്ലപ്പെരിയാറായി മാറാൻ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ഗവൺമെന്റിന് കിട്ടുന്ന 1% പൈസ, ആ തുക നമ്മൾ മേടിച്ചു വെച്ചിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞു വിടുമ്പോ 5000 കോടി രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. ഇത് ഈ ലോകത്ത് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് എഴുതി വെക്കുമോ? എല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ? നിങ്ങൾ എല്ലാവരും നമ്മളെക്കാളും വിദ്യാഭ്യാസം ഉള്ളവരാണ്. ശാസ്ത്രവും സയൻസും അറിയാന്നുള്ളവർ, എക്കണോമിക്കലൊക്കെ അറിയാന്നുള്ളവരാണ്. സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്. ഇതൊരു കോൺട്രാക്ടറാണ്. ഈ കോൺട്രാക്ടിന് ചിലവാകുന്ന പൈസ നമ്മൾ കൊടുക്കുന്നു ഇത്രയും കാലം. എന്നിട്ട് ഭീമമായി അദ്ദേഹമാണ് അതിന്റെ പ്രോഫിറ്റ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് കിട്ടുന്ന 1%. ആ ശതമാനം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പീരീഡ് കഴിഞ്ഞ് പോകുമ്പോൾ 5000 കോടി രൂപ അദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇന്ന് സംഭവിക്കുന്നത് ഇപ്പൊ ചെയ്ത് തന്നെയാണ്. നമ്മൾ കാണുന്നുണ്ട്. ഇത് ശരി തന്നെയാണ്. അന്ന് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തു. പക്ഷേ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോജക്റ്റ് നിർത്തിവെച്ച് ഒരു പഠനം നടത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്യുക. തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും നല്ലത്. ഭാവി തലമുറ, ഇപ്പൊ എല്ലാവരും പറഞ്ഞു വികസനം ഭാവി തലമുറയാണ്. എന്റെ പൊന്നു സഹോദരൻ, ഞാൻ പറയട്ടെ, ഭാവി തലമുറയിൽ ഉണ്ടാകുന്ന വികസനം, എല്ലാ വികസനം ഭാവി തലമുറയെ പറ്റി പറയുന്നതാണ്. പക്ഷെ ഈ വികസനം എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്ക് തലവേദനയാണ്. ഫലപരമായ രീതിയിൽ തലവേദനയാണ്. ഞാൻ സമയ പരിമിതി പോലെ ഇടപെടുകയാണ്. വളരെ കൃത്യമായി തന്നെ ഒരു മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അങ്ങ് കൃത്യമായി തന്നെ അവതരിപ്പിച്ചു. തീർച്ചയായും സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ആവശ്യത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് സമരസമിതി വ്യക്തമാക്കുന്നത്. ഒരു മാനുഷികമായ ഒരു സൊല്യൂഷൻ ഈ ഒരു പ്രശ്നത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മനുഷ്യനെ കണ്ടുകൊണ്ട് ഒരു മാനുഷികമായ ആ പ്രദേശത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാനുഷികമായ ഒരു സൊല്യൂഷൻ ഭരണകർത്താക്കൾ ഈ ഒരു പ്രശ്നത്തിന്, ഈ ഒരു വിഷയത്തിന്, ഈ ഒരു പ്രതിസന്ധിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ തിയഡോഷ്യസ്, ശ്രീ ജോസഫ് MB IAS, ശ്രീ ജോയ്, 3 പേർക്കും നന്ദി.